ഒരു സാന്ദീപ് വാര്യർ ഇപ്പൊ കോൺഗ്രസ് ചേർന്നു ഇല്ലേ? വാഴക്കൊല ജന്മിന്റെ വീട്ടിൽ കൊണ്ടുപോകണ മാതിരിയാ ഈ സാന്ദീപ് വാര്യരെ കൊണ്ട് എവിടേക്കാ പോയത് ഞാൻ പറയണോ സ്ഥലം? ഞാൻ പറയണോ സാന്ദീപ് വാര്യരെ കൊണ്ടുപോയ സ്ഥലത്തിന്റെ പേര് അല്ലേ? ഇതല്ലേ കോൺഗ്രസ്? പൂർണ്ണമായി കീഴ്പ്പെട്ടല്ലേ? പൂർണ്ണമായി കീഴ്പ്പെട്ടു. അത് പറയില്ലേ? പറയും. അത് ഉപയോഗിച്ച് നിങ്ങൾ ഞങ്ങളെ തകർക്കാൻ വരരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇന്ത്യയിലെ കോൺഗ്രസിനെ സ്ഥിതി നമുക്കെല്ലാം അറിയാം. പഴയ കോൺഗ്രസ് ആണ് ഈ കോൺഗ്രസ് അല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ സവിശേഷതയിൽ മതനിരപേക്ഷ ശക്തികളെ ഒന്നിപ്പിക്കുമ്പോൾ നമ്മൾ ഇവരെല്ലാവരും കൂട്ടിയിട്ടില്ല. എല്ലാരും കൂട്ടിയിട്ടല്ലേ നമ്മള് ആ സമരത്തിൽ പങ്കെടുത്തത്. ആ ചെലവില് നിങ്ങൾ ഒളിപ്പിച്ച് കിടത്താൻ നടത്തുന്ന വർഗീയ ശ്രമങ്ങളെ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. തുറന്നു കാണിക്കണം. അത് തൊഴിലാളിവർഗ രാഷ്ട്രീയത്തിന്റെ ചുമതലയാണ്. അതാ ഞങ്ങൾ അതിനെ എതിർക്കണം. അത് ഏതായാലും നമ്മൾ ഓരോന്നിന്റെ അളവ് തൂക്കം നോക്കി കൃത്യമായിട്ട് എതിർത്ത് പോവാതിരുന്നാൽ കേരളത്തെ പൂർണ്ണമായി വർഗീയവൽക്കരിക്കുക എന്ന അജണ്ട ഇവരെ സബലീകരിക്കാൻ നോക്കും. അത് പറ്റില്ല. വലുതുതല് നടക്കുകയാണ്. അപ്പൊ ഈ വർഗീയവാദ ശക്തികൾ ഈ സത്യമൊക്കെ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ പാർട്ടിക്കെതിരായിട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കളവ് പറയും. കളവേ പറയൂ. അത് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ പിന്തുണ അവർക്കുണ്ട്. അവരും കളവ്, രണ്ടുകൂട്ടും കൂടി കൂടിയ കളവ് പറയും. കൂട്ടത്തില് ഈ കളവിന്റെ അളവ് വർദ്ധിപ്പിക്കും. ഇപ്പൊ ഇവിടെ ഞാൻ EMS വർഗീയവാദിയാണ്. ഈ കേരളത്തിൽ ഒരാൾക്ക് പറയാൻ പാടില്ലാത്ത ഒരു വാക്കുണ്ടെങ്കിൽ EMSന് നേരെ ആ പ്രയോഗം നടത്തില്ല. പിന്നെയോ EMS ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനാണ്. ചന്ദ്രയില് 4 ദിവസത്തെ ലേഖന ലീഗ് സെക്യുലറിസ്റ്റുകൾ, ലീഗ് ഭയങ്കര സെക്യുലർ പാർട്ടി എഴുതിയിരിക്കും EMSനെതിരെ 4 ദിവസം തുടർച്ചയായിട്ട്. കേരളം കണ്ട പഞ്ചവർഗീയവാദി EMS തമ്മിലിരിപ്പാണ്.